ഹായ്, ഇറ്റ്സ് മീ റിഷ് ആൻഡ് വാച്ച്. നമ്മുടെ ഡേ 2 പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഹിമാചൽ സ്റ്റേറ്റ് മ്യൂസിയത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യം കാർ പാർക്കിംഗ് കേട്ടോ. ഇവിടെ കാർ പാർക്കിംഗ് ഉള്ളവനേ ഉള്ളൂ ഇവിടെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ നടത്തി മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. കാർ പാർക്കിംഗ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ തന്നെ ഇവിടെ എത്തിയത്. കാരണം അതാണ്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് വേണ്ടേ, വേറെ എവിടെ പോയിട്ടും പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ ഹിമാചൽ സ്റ്റേറ്റ് മ്യൂസിയം കണ്ടിട്ട് വരട്ടോ. ഓക്കെ, ബൈ ബൈ. ഇവിടെ ഷിംലയിലുള്ള ഓരോ കാഴ്ചകളും ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഏരിയ കാണുന്നത്. ഇത്രയും മലേൻ്റെ ഇടയിൽ കുറേ ടൗണ്, നമ്മുടെ നാട്ടിൽ മലകളുണ്ട്. ഈ ഹോട്ടലുകളൊക്കെ കാണുമ്പോൾ വിചാരിക്കും വളരെ ചെറിയ റൂമുകൾ ഒറ്റ ഫ്ലോറിലുള്ളതാണ്, പക്ഷേ ഇതൊക്കെ താഴോട്ടാണുള്ളത്. ഒരു 5-8 നില താഴോട്ടുണ്ടോ. ഈ ഷിംല എന്ന് പറയുന്നത് തന്നെ ഒരു മലഞ്ചെരുവ് അല്ലെങ്കിൽ ഒരു മല മൊത്തത്തിൽ എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്ത ഒരു സിറ്റിയാണ്. പിന്നെ ഇവിടെ കാണാത്തൊരു സാധനം ഉണ്ട്, ഇതുവരെ കണ്ടില്ല. ഇവിടെ ഇല്ലാത്തതാണോ ഉണ്ടാണെന്ന് അറിയില്ല. ഓട്ടോ ഇതുവരെ ഇവിടെ കണ്ടില്ല. അതെ, ശരിയാണല്ലോ, ഓട്ടോ ഇല്ല. ഓട്ടോറിക്ഷ നമ്മളിവിടെ കാണാൻ പറ്റിയിട്ടില്ല. ഷിംല സിറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ടണലാണ്, വളരെ ചെറിയൊരു ടണലാണ്. പക്ഷെ ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ ചിത്രപ്പണികളും ഒക്കെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുട്പാത്തൊക്കെ നടന്നു പോകുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഫുട്പാത്ത് ഉണ്ടാക്കിയതാണ് അല്ലേ? അത് നിൽക്കണ ഒരു സ്ട്രക്ചർ നോക്കാം അതിൻ്റെ. അതെ അതെ അതെ. പാർക്കിങ്ങിന്റെ കാര്യത്തിൽ എന്താ പറയാ? പാർക്കിംഗ് ഇവിടെ പാർക്കിംഗ് ഉള്ളൂ, വേറെ സ്ഥലത്ത് ഇതിന് പാർക്കിംഗ് തന്നെ ഇല്ല. അതെ, സത്യോ. ഞാൻ ഒരു വൃത്തിയിലൊരു പാർക്കിംഗ് ആദ്യമായിട്ട് കാണുന്നത് ഒരു സ്ഥലത്ത്. സത്യോ. പക്ഷെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇല്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി കണ്ടിട്ട് എന്താ ഉള്ളിലുള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത്രേ ഉള്ളൂ. ഷിംലയിലെ മ്യൂസിയം കണ്ടിട്ട്, സ്റ്റേറ്റ് മ്യൂസിയം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് വർഷത്തെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ഷിംലയിലെ മാത്രമുള്ളതല്ല, മൊത്തം സ്റ്റേറ്റിൻ്റെ ഇന്ത്യ മൊത്തത്തിലുള്ള, കേരളത്തിന് കുറച്ച് കുറവാണ്, അത് വേറെ കാര്യം. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കൾച്ചേഴ്സും കാര്യങ്ങളും, അതായത് കുറേ സെഞ്ച്വറീസ് മുമ്പുള്ള കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വരുന്നവരെ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക, ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. ഒരു 2 മണിക്കൂർ നടന്ന് കാണാനുള്ള സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ട്. കാണുമ്പോൾ ചെറിയൊരു ബിൽഡിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ ഫുള്ള് കാണാനുള്ള അത്രയും ടൈം കാണാനുള്ള സംഗതികളുണ്ട്. ഓക്കെ, അപ്പം വരുന്നവരെ എന്തായാലും മസ്റ്റായിട്ട് ഇത് വിസിറ്റ് ചെയ്യുക. ഷിംല ടൗണിലാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പാർക്കിങ്ങിനൊന്നും സ്പേസ് ഇല്ല. ചെറിയൊരു സ്പേസ് ഉള്ള സ്ഥലത്ത് നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ചെറിയൊരു ഹോട്ടലാണ് ആദ്യം കണ്ടത്, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. ഒരുപാട് സ്പേസ് ഉള്ളിലിരിക്കാനും ഒക്കെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ചെറുതായിട്ട് ദാൽ തടക്കിയും ചപ്പാത്തി അല്ലേ, അല്ല റൊട്ടിയോ, ചപ്പാത്തിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ചപ്പാത്തി നമ്മുടെ നാട്ടിലെ ചപ്പാത്തി ഇല്ല കേട്ടോ, നമുക്കിത് നമ്മുടെ നാട്ടിലെ റൊട്ടി എന്ന് ഇതിന് പറയാം. സാധനം അങ്ങനെയാണുള്ളത്, അതാണ് റൊട്ടി എന്ന് പറഞ്ഞത്. നല്ല വൃത്തിക്കുള്ള സാധനം കേട്ടോ. ലൈവായിട്ട് ഇപ്പോൾ ഉണ്ടാക്കി അവിടെ കൊണ്ടുവരാം. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പോകാൻ പോകുന്നത് കുഫ്രിയിലേക്കാണ്. ഷിംല ടൗണിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട് കുഫ്രിയിലേക്ക്. കുഫ്രി എത്തുന്ന സമയത്ത് ഇതേപോലെ കുറേ ആൾക്കാർ ഗൈഡുകൾ നിൽക്കുന്നുണ്ടാവും റോഡ് സൈഡിൽ. അപ്പോൾ അവരവിടെയുള്ള വ്യൂ പോയിൻറ്റ്സ് കാര്യങ്ങൾ കാണിച്ചു തരാനുള്ള ഒരു ചെറിയൊരു എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. കുതിരക്ക് പെർ പേഴ്സൺ വരുന്നത് 500 രൂപയാണ് അവിടേക്ക് പോയിട്ട് തിരിച്ചു വരാൻ വരുന്ന ചാർജ്. ഫുൾ പാക്കേജ് എടുക്കുകയാണെങ്കിൽ 1700 വരുന്നത്. പിന്നെ ഓരോ ആക്ടിവിറ്റിക്ക് സെപ്പറേറ്റ് വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം. കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. ഹിമാലയൻ നാച്ചുറൽ പാർക്ക് തേടി കുഫ്രി ഇവിടെ വന്നതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു അമളി പറ്റി. ട്യൂസ്ഡേ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആരും തന്നെ ട്യൂസ്ഡേ ഇത് തപ്പി ഇങ്ങോട്ട് വരരുത്. നമ്മുടെ വണ്ടി കേട്ടോ ഇങ്ങനെ കേട്ടോ നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചത്. 2 ബാഗ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഹെവി ആയിട്ട് തോന്നുന്നത്. 2 കൂടി ആയിട്ടാണ്. 2 ഒരേ ബൈക്കുമേലായതുകൊണ്ട് ഏറ്റവും കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഹിമാലയനാണ് കേട്ടോ. ഈ ഒരു കാര്യത്തിന് ഹിമാലയനെ സംബന്ധിച്ച് 2 യാത്ര ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഹിമാലയനാണ്. സിംഗിളായിട്ട് പോകുമ്പോൾ നമുക്ക് ഏത് വണ്ടിയും എടുക്കാം, ഓക്കെയാണ്. ഓ എൻ്റെ മക്കളെ കണ്ടോളി, ഇതാണ് ഞങ്ങളിവിടെ നാർക്കണ്ടേക്ക് പോണ റൂട്ടിലാണ്. അടിപൊളി വ്യൂ ആണ് മക്കളെ. ഇത് കുഫ്രി കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോന്നിട്ടുള്ളൂ. അടിപൊളിയാണ്, അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കുരങ്ങിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് ആപ്പിൾ തോട്ടങ്ങൾ കംപ്ലീറ്റ് വല കെട്ടി സംരക്ഷിച്ച് വെച്ചതാണ്. മൊത്തം മണ്ണുകളൊന്നായിട്ട് റോഡിലേക്ക് ഇടിഞ്ഞ് വീണിട്ട് ഫുള്ള് ബ്ലോക്കായിട്ട്. പോകുന്ന അതിൽ അത്യാവശ്യം നല്ലൊരു മഴ കിട്ടിട്ടോ. വണ്ടി അവിടെ നിന്ന് മഴ ഉള്ളുണ്ട്. ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചായക്കൂടെ കയറിയതാണ്. ചായയൊക്കെ ഒന്ന് കുടിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം നല്ല മഴയാണ്. ഇപ്പോഴൊന്നും തീരും തോന്നില്ല. അത് അടിപൊളി ക്ലൗഡൊക്കെ നല്ല കറുത്ത് കിടക്കുന്നുണ്ട്. മിക്കവാറും കുറച്ച് നേരം ഇവിടെ സ്റ്റോപ്പ് ആവും.
അവിടെ ചെറിയ മഴ ഉണ്ടാവുള്ളൂ ഉള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, നല്ല മഴയാണ് ഇപ്പോൾ ഉള്ളത്. മഴ കൂടി കൂടി വരികയാണ് ഓരോ ടൈം കഴിയുമ്പോഴും. ഈ ചായപ്പീടിയൊക്കെ നിൽക്കണമൊക്കെ ഒരു എയറിലാണ് ഉള്ളത്. ഒക്കെ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ട് കെട്ടിണ്ടാക്കിയ സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തം. ഫുൾ എയറിലാണ് കിടക്കുന്നത്. ആപ്പിള് വെക്കാനുള്ള ബോക്സ് അടുക്കി വെക്കാനുള്ള സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കി ഒന്ന് ചോദിച്ചത് അവർ ആപ്പിൾ തരുമെന്ന്. അപ്പോൾ ആ അങ്കിൾ നമുക്ക് അത് മുറിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിറ്റ്കുല് പോണ റൂട്ടിലാണുള്ളത്. ചുരമാണ്, ലാസ്റ്റ് വില്ലേജിലേക്കുള്ള പോക്കാണ്. അപ്പോൾ ചുരം ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ അതിനിടെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ സൈഡാക്കിയതാണ്. ഇത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ. സമയം 6 മണി കഴിഞ്ഞ് നമ്മളെങ്ങനെയും ചിറ്റ്കുള് ലാസ്റ്റ് വില്ലേജിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഒരു കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ നിർത്തിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു ഏരിയ കേട്ടോ കാണാൻ. ഫുള്ളി ഒരു റിവറിൻ്റെ സൈഡിലുള്ള ഒരു ഏരിയയാണ്. റിവറാണ് കാണുന്നത്. അത്യാവശ്യം അടിപൊളി ഒരു ഏരിയയാണ്. ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് 100 കിലോമീറ്ററിനടുത്ത് ഓടാനുണ്ട്. അപ്പോൾ നൈറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ പോകൽ പോസിബിൾ അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഇതാണ് മാപ്പിലൊക്കെ ബ്ലോക്കഡ് കാണിക്കാൻ കാരണക്കാരനായ ഈ റോഡ്. ഇവിടെ മണ്ണൊന്നായിട്ട് ഇടിഞ്ഞ് റോഡ് ഏതാ മണ്ണേതാ മല ഏതാന്ന് അറിയാത്ത പോലത്തിൽ ഉള്ള റോഡുകളാണ്. ഇതിൻ്റെ 2 മീറ്റർ താഴത്താണ് റോഡുള്ളത്. ഓ, ഈ മണ്ണുകളൊക്കെ കൂടി ഇങ്ങോട്ട് വന്നതാണ് സംഭവം. ഇവിടുന്ന് ഏതൊക്കെ ഇത് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരു ടൗൺ ഉണ്ട്, ആ ടൗണിൻ്റെ അപ്പുറത്തേക്ക് ഇനി റോഡ് ഉണ്ടോ ഇല്ലയെന്നുള്ള അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. നിലവിൽ ബ്ലോക്ക്ഡ് ആണ് മാപ്പിലൊക്കെ, ഗൂഗിൾ മാപ്പിലൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഈ രീതിയിലുള്ള റോഡുകൾ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു 10-40 കിലോമീറ്റർ ബാക്കിലുള്ള ആളോ ഇനി 20 കിലോമീറ്റർ ബാക്കിലുള്ള ആളോട് പോലും നമ്മളിത് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല ഈ റൂട്ട് എങ്ങനെയാണ്. ചിറ്റ്കുല് പോലും ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമായിട്ട് പോലും അവിടെ പോലും പോവാത്ത ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ആരോട് ചോദിച്ചിട്ടും കാര്യമില്ല. ഗൂഗിൾ മാപ്പാണെങ്കിൽ നമുക്ക് ഈ ബ്ലോക്ക്ഡ് ആണ് എന്നാണ് പറയുന്നതും. അപ്പോൾ ആ രീതിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ ചിറ്റ്കുല് പോകാൻ കഴിയും തോന്നുന്നില്ല. ഇവിടെ റോഡ് ബ്ലോക്ക് തന്നെയാണ്. ഒരുപാട് വണ്ടികൾ ഇവിടെ ബ്ലോക്കായിട്ട് റോഡ് ഇടിഞ്ഞത് കാരണം നിൽക്കുന്നുണ്ട് ഉണ്ടല്ലേ. ഒരുപാട് ട്രക്കുകൾ, ലോറികൾ ഇഷ്ടം പോലെ അങ്ങനെ കിടക്കുകയാണ് വരിക്ക്. ഇത്രയും വണ്ടികൾ ബ്ലോക്കായി കിടക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ഇത്രയും ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടാവും. അതിൻ്റെ മുകൾ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റോക്കാണ് കേട്ടോ. വലിയ പാറകളാണ്. ഇത് നന്നായിട്ട് ഇനി വെളി വീഴാനൊക്കെ ചാൻസബിളായിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ എന്തോ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സംഭവം ഇന്നലെ ഒന്നല്ല, ഇന്ന് തന്നെ സംഭവിച്ചതാണ്. ഇന്ന് ഉച്ചക്ക് 1:30 സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ നാളെ ഒരു 12 മണി കഴിഞ്ഞാലേ ഇവിടെ ഓപ്പൺ ആക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം എന്നാൽ മാത്രമേ ആ മണ്ണ് അവർക്ക് നീക്കം ചെയ്യാനുള്ള സാവകാശം ആവശ്യമാണെന്നാണ് ഇവിടുത്തെ ഒരു ഓഫീസർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഈ റൂട്ടിൽ നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് സംഭവിച്ചെന്ന് വരാം. അതെ, മണ്ണ് വീഴ്ചയും കല്ലും ഒക്കെ ഉണ്ടാവുമെന്നാണ് ഓല് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ആദ്യം പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നിട്ട് കാര്യമില്ല. ഇവിടെ വന്നിട്ട് പ്ലാൻ ആക്കാം, റൂം എടുക്കാം. അല്ല, ചെറിയവരൊക്കെ ഉണ്ടാവും 5 ദിവസം കൊണ്ട് പോയി വരാം, 10 ദിവസം കൊണ്ട് പോയി വരാം. പക്ഷെ അതെന്തായാലും നടക്കില്ല. കാരണം പോസിബിൾ അല്ല. കാരണം ഒരു ദിവസം ചിലപ്പോൾ 2 ദിവസം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ നാളെ ഇപ്പോൾ നടന്നില്ലേ മറ്റന്നാൾ നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് മറ്റന്നാൾ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ പ്ലാനിങ്. ഇങ്ങനത്തെ ഹിമാചൽ റൈഡുകളൊക്കെ സ്പിറ്റി ആണെങ്കിലും ലേ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. യെസ്, ഇൻക്രെഡിബിൾ ഇന്ത്യ. മക്കളെ, ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പോലീസുകാരോടൊക്കെ കമ്പനി അടിച്ച് നിന്നപ്പം കുറച്ചപ്പുറത്ത് ഇതൊരു 5-6 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഇതുള്ളത്, പ്രശ്നമുള്ളത്. അപ്പോൾ കുറച്ച് ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറത്തൊരു സ്റ്റേ പോലീസുകാരനെ തന്നെ നമുക്ക് റെഡിയാക്കി തന്നത്. അപ്പോൾ ഞങ്ങളതായത് കടത്തി വിടുകയാണ്. നല്ല അടിപൊളി കോപ്പറേറ്റീവ് ആയിട്ടുള്ള പോലീസുകാർ കേട്ടോ. ഞങ്ങളതാ കടന്ന് പോവാണ്. വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ
എന്നാലും നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ അത്രയും ദൂരം നമ്മളൊരു അറൗണ്ട് ഒരു 5 to 6 കിലോമീറ്റേഴ്സ് നമ്മൾ ബാക്കോട്ട് പോണതിന് ബദൽ മുന്നോട്ട് തന്നെ നമ്മൾ ഒരു ഹോം സ്റ്റേ പോലുള്ളൊരു സംഭവം റെഡിയാക്കി തരാണ്. അങ്ങനെ ആ പോലീസുകാരൻ പറഞ്ഞ റൂം കിട്ടിയിട്ടോ. കിടക്കാനുള്ളൊരു സ്പേസ് അത്രയേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഫുള്ളാണ്. സത്യം പറഞ്ഞാൽ അവരുടെ സ്റ്റോർ റൂമിലാണ് കിടക്കാൻ പോണത്. മുകളിൽ കയറി നോക്കി, അത്യാവശ്യം കുഴപ്പമില്ല. അതിൽ ചെറിയൊരു ബെഡ് പോലെ സെറ്റപ്പ്. വലിയൊരു പിന്നെ ഫുള്ള് ഫ്ലോറൊക്കെ ക്ലിയർ ആക്കി വെച്ചു. നമുക്ക് 2 ബെഡ് ഇട്ടരും മതി. കുറച്ച് അരി സാധനങ്ങളൊക്കെ സൈഡിൽ ഉണ്ടാവുന്നേ ഉള്ളൂ, നമ്മൾ മൈൻഡ് ചെയ്യേണ്ടാവുന്നേ ഉള്ളൂ. നമ്മൾ പിന്നെ കുറുനേരി അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, തൽക്കാലം ഇന്നത്തേക്ക് ഇവിടെ കേട്ടോ. ബാക്കി നാളെ കാണാം നമുക്ക്.